തീനിന്റെ മുകളിൽ രക്ഷപ്പെടാൻ വേണ്ടി തെങ്ങിന്റെ മുകളിൽ കരിനെല്ലി മരത്തിന്റെ മുകളിൽ കാളിയന്റെയും കരാളിയന്റെയും വിഷദംശമേറ്റ് അഗ്നിപ്രപഞ്ചമായി യോഗം വന്ന കണ്ടനാർക്കാണ് തെയ്യത്തിന്റെ ബഹുവിധങ്ങളായ പ്രത്യേകതകളെ കുറിച്ചും അത് മനുഷ്യ ജീവിതത്തെ എപ്രകാരമാണ് സ്വാധീനിക്കുന്നത് എന്നതിനെക്കുറിച്ചും തെയ്യക്കാരൻ്റെ ആന്തരികവും ബാഹ്യവും സാമൂഹികവുമായ തെയ്യക്കാരൻ്റെ നില എന്താണ് എന്നത് ഒരു ജീവിതം മുഴുവൻ തെയ്യത്തിനായി സമർപ്പിച്ച ഈ പിന്നിൽ അണിനിരന്നിരിക്കുന്ന ഈ മഹാരഥന്മാരായ കോലധാരികളുടെ മുന്നിൽ വെച്ച് അവരുടെ സാക്ഷ്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ്. കോലക്കാരൻ, കോലധാരി, കനലാടി എന്നിങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പേരുകളിലൂടെയാണ് നമ്മളിവരെ അറിയുന്നത്, പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായ പേരുകളാണ്. അതിമനോഹരമായ ഒരു പേര് കൂടി തെയ്യക്കാരനുണ്ട്. അത് എത്രത്തോളം ആ പേര് ഇന്ന് പ്രയോഗത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ബേലിച്ചൊങ്കൻ എന്നൊരു പേരുണ്ട് തെയ്യക്കാരനെ വിളിക്കുന്നതിന്. എനിക്ക് തോന്നുന്നു തെയ്യക്കാരനെ വിശേഷിപ്പിക്കാൻ ഇതിലും മനോജ്ഞമായ ഒരു സംജ്ഞ വേറെ ഇല്ല എന്നത് തന്നെയാണ്. ബേലിച്ചൊങ്കൻ എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് മാത്രം ശൊങ്കനായിരിക്കുന്നവൻ. നമ്മൾ വേനൽക്കാലത്ത് പൂക്കുന്ന പൂക്കളെയും ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. വേനൽക്കാലത്ത് മാത്രം ചുവപ്പണിയുന്ന മെയ് ഫ്ലവേഴ്സിനെ പോലുള്ള മനോഹരങ്ങളായ മരങ്ങളുണ്ട്. അത് വേറെ ഒരു സമയത്തും അത് ചോക്കാറില്ല. കാരണം തെയ്യക്കാരൻ്റെ ജീവിതവും അങ്ങനെ തന്നെയാണ്. മറ്റെല്ലാ സമയത്തും വെറുതെയുടെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ലോകത്ത് അവർ കഴിയുമ്പോൾ അവർ വേനൽക്കാലത്താണ് അവർ ചോക്കുന്നത്, പൂക്കുന്നത്, പൂവണിയുന്നത്. അങ്ങനെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതാരാണ്, അത് മറ്റേയാണ്, ഇതാരാകുന്നത്, അങ്ങനെയാണ് നമുക്ക് തെയ്യക്കാരനെ നമ്മുടെ ഒരു അഭിമാനത്തോടു കൂടി, ആത്മാഭിമാനത്തോടു കൂടി ഒരു തെയ്യക്കാരൻ കടന്നു പോകുമ്പോൾ നമ്മളങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടൊന്നുമില്ല. പക്ഷേ വേനൽക്കാലത്ത് അത് പൂത്തു നിൽക്കുമ്പോഴാണ് ഇത്ര മനോഹരമായ ഒരു പൂമരം ഇവിടെ ഉണ്ടെന്നും അതിൻ്റെ കീഴിൽ പോയി നിന്നാൽ അത് നമുക്ക് ആശ്വാസവും കുളിർമയും ഒക്കെ തരുമെന്ന് പറയുന്നത് എന്ന്. അപ്പോൾ കോലക്കാരൻ, കോലധാരി, കനലാടി, തെയ്യക്കാരൻ എന്നിങ്ങനെയുള്ള പലവിധ സംജ്ഞകൾ അതിമനോഹരമായ തെയ്യക്കാരൻ്റെ ഇപ്പോൾ നമ്മുടെ ഇന്നിവിടെ വരേണ്ടി വരുന്നത് നമ്മുടെ അതിയടം കുമരാമപുരമാണ്. അതിയടത്തേട്ടൻ ഓരോടെ വന്നിട്ടില്ല. തെയ്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അത് മനുഷ്യനാണോ തെയ്യമാണോ എന്ന് നമുക്ക്, അതെവിടെയാണ് അതിൻ്റെ വേർതിരിവ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ. അപ്പോൾ തെയ്യക്കാരൻ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. തെയ്യക്കാരൻ അലിഞ്ഞ ലായനിയാണ് തെയ്യമെന്ന് പറയുന്നത്. നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ അതിൽ നാരങ്ങ കാണില്ല, പക്ഷെ നമ്മൾ കുടിക്കുന്നത് നാരങ്ങയുടെ വെള്ളമാണ്. അതുപോലെയാണ് ഒരു തെയ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതിപ്പോൾ സജേഷ് പണിക്കറാണോ, പ്രകാശക്കനാണോ, അല്ലെങ്കിൽ രാജൻ പണിക്കറാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവുകയും ചെയ്യാം. പക്ഷെ ആർക്കും വേണ്ടതായ ആളാണ് തെയ്യക്കാരൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു റിസർച്ച് സ്കോളർ അദ്ദേഹം അവരൊരു പേപ്പർ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ പി കെ ബാലകൃഷ്ണൻ പറയുന്ന റിസർച്ച് ഇൻഡസ്ട്രി എന്നുള്ളതാണ്. ഒരു തെയ്യക്കാരൻ്റെ ഒരു ആത്മകഥയിൽ ഞാൻ ആത്മകഥയിൽ വായിച്ച ഒരു കാര്യം, വളരെ പ്രമുഖനായ ഒരാൾ എഴുതിയിരിക്കുന്ന ഒരു വരിയാണ്. ഞാൻ ഇന്ന സ്ഥലത്ത് വില്ലേജ് ഓഫീസറായിട്ട് എനിക്ക് ചരിത്രകാരൻ എഴുതി എനിക്ക് ജോലി കിട്ടി. അപ്പോഴാണ് അറിയുന്നത് അവിടെ ഒരു തൊട്ടടുത്തൊരു തെയ്യക്കാരൻ അവിടെ ഉണ്ട് എന്നുള്ളത്. ഉടൻ ഞാൻ തെയ്യക്കാരൻ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. അല്ല, ഞാൻ അങ്ങോട്ട് പോവുകയല്ല ചെയ്തിട്ടുള്ളത്. തെയ്യക്കാരനോട് എൻ്റെ അടുത്തേക്ക് എന്നെ വന്ന് കാണാൻ പറഞ്ഞു എന്നുള്ളത്. കലാകാരന്മാരുമായി നിരന്തരം ഇടപെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ പ്രമുഖരായിട്ടുള്ള അവതരണ കലാകാരന്മാരോടൊപ്പം സഞ്ചരിക്കുകയും അവരുടെ കൂടെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് അങ്ങനെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നതാണ്. കാരണം തെയ്യത്തെ സംബന്ധിച്ച് കാരണം ഇപ്പോൾ നമ്മൾ ഒരുപാട് തെയ്യക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ കള്ളം മണിക്കരേട്ടൻ എത്രയോ വലിയ ഒരു 25ലധികം ഒറ്റക്കോലം കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? നമ്മുടെ മേലേരിൽ തന്നെ പറയുന്നുണ്ടല്ലോ. എത്ര ഉണ്ടാവും? 25.
25-ലധികം ഒറ്റക്കോലം കെട്ടിയ ഒരാളായിരിക്കും. വിശ്വസിക്കാൻ പറ്റുമോ നമുക്കത്? 25-ലധികം തവണ മേലേരിയിൽ വീണിട്ടുള്ള ഒരു മനുഷ്യനാണ് കണ്ണമണിക്കരേട്ടൻ. കണ്ണമണിക്കരേട്ടനെ നമ്മൾ തെയ്യം കാണാൻ പോയാൽ പറമ്പത്തറക്ക് തെയ്യം കാണാൻ പോയി. അപ്പോൾ അവിടെ നിന്ന് കണ്ണമണിക്കരേട്ടൻ വിഷ്ണുമൂർത്തിയാണ്. ഓ ശരി. തൊട്ടപ്പുറം മറ്റൊരു അവിടെ തിരുവത്ത് തെയ്യത്തിന് പോയി. അവിടെ കണ്ണമണിക്കരേട്ടൻ തോറ്റമ്പാട്ട് പാടുമായി. തൊട്ടപ്പുറത്തേക്ക് പോയി. അപ്പോൾ നമുക്ക് ചന്തേരിയിലേക്ക് വരുമ്പോൾ കണ്ണമണിക്കരേട്ടൻ അവിടെ ചെണ്ട കൊട്ടുമായിരുന്നു. പിന്നെ വേറെ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ കാലിക്കടവിലേക്ക് പോയി കണ്ണമണിക്കരേട്ടൻ അണിയറയിൽ പണിയെടുക്കുമായിരുന്നു. പിന്നെ വേറെ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ കാണുന്നത് കണ്ണമണിക്കരേട്ടൻ മോത്തെഴുന്നതാണ് കാണുന്നത്. മറ്റു സ്ഥലത്തേക്ക് പോയി. ആർപ്പുമ്പോഴേക്കും കണ്ണമണിക്കരേട്ടൻ ഒരിക്കലും അരിഞ്ഞ് തെയ്യത്തിൻ്റെ ചമയങ്ങൾ ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. പിന്നെ ഞാൻ കണ്ണമണിക്കരേട്ടനെ കാണാൻ പോയി. അപ്പോൾ കാണുന്നത് തുണിച്ചമയത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ്. മറ്റു സ്ഥലത്ത് പോയി അവിടെ കാണുന്നത് കണ്ണമണിക്കരേട്ടൻ മന്ത്രവാസം ചെയ്യുന്നതാണ്. വേറെ സ്ഥലത്ത് പോയി കണ്ണമണിക്കരേട്ടൻ വൈദ്യം, ഈ പശുക്കളെയൊക്കെ പഴയ കാലത്ത് ഈ മന്ത്രിച്ച് ചരട് കിട്ടുന്ന മന്ത്രവാദ പരിപാടികളുണ്ട്. ഇത് മുഴുവൻ ചെയ്യുന്ന ഒറ്റ ഒരാളാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അത് ലോകത്തിൽ ഒരു കലാകാരനും ഉണ്ടാവില്ല. ഇവർക്ക് ഒരു കഥകളി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ ഇപ്പം ലോകം ആദരിക്കുന്ന കലാകാരനാണ് കലാമണ്ഡലം ഗോപിയാശൻ. എല്ലാവരും ബഹുമാനിക്കുന്നു. ഗോപിയാക്കേണ്ടി വരുന്നില്ല, കഥകളിക്ക് ചെണ്ട കൊട്ടേണ്ടി വരുന്നില്ല, കഥകളിക്ക് വേറൊരാൾക്ക് ചുട്ടികുത്തി കൊടുക്കേണ്ടി വരുന്നില്ല. അദ്ദേഹം ഏറ്റവും സർവാദരണീയ കലാകാരനാണ്. അദ്ദേഹം വരുന്നു, വേഷം ചെയ്യുന്നു, പോകുന്നു. ഒരു പാട്ടുകാരന് കഥകളിയുടെ പാട്ടുകാരൻ മാത്രമായാൽ മതി. അപ്പോൾ തന്നെ ഏറ്റവും മികച്ച ആളായിക്കഴിഞ്ഞു. പക്ഷെ ഒരു തെയ്യക്കാരനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒരു ഓല എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് ഒരു തിരിയോല മുറിച്ച് അത് നോക്കിയിട്ട് അതിൽ പോലും രാശിയും ലക്ഷണവും എന്ന് പറയും. വായിൽ ഉണ്ടാക്കാൻ കൊണ്ടൊരു ചടങ്ങുണ്ട്. തെയ്യത്തിന് മുഖത്തെഴുന്ന പലതരം ഈർക്കലുകളുണ്ടല്ലോ. ആ ഓരോ ഈർക്കലും ലക്ഷണങ്ങളുണ്ട്. ഏത് ഈർക്കൽ ആദ്യം എടുക്കണം, എവിടെയാണ് ഇതിൻ്റെ ഘടന, അത് മുറിച്ചെടുത്ത ഓല എത്ര പിടിയാണ് കയ്യിൽ വന്നിരിക്കുന്നത്, വായിൽ എന്താണ്, എങ്ങനെയാണ് വായിൽ ഉണ്ടാക്കേണ്ടത്. അപ്പം അത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഇത് മുഴുവൻ ഒറ്റ ഒരാളാണ് ചെയ്യുന്നത്. തെയ്യക്കാരൻ എന്ന് പറയാറുണ്ട് 1000 അണിയറ തുക്കിയാലാണ് അര തെയ്യക്കാരനാവുക എന്ന് പറയുന്നത്. അല്ലാണ്ട് 1000 അണിയറ തുക്കി നടക്കുന്ന ആൾക്കാണ് ഒരു അര തെയ്യക്കാരൻ ആകാൻ വേണ്ടി പറ്റുന്നത്. ഇതെങ്ങനെ പഠിച്ചെടുക്കുന്നു, എങ്ങനെ ഇത് സാധ്യമാകുന്നു. പിന്നെ കർമ്മൂർത്തോട് നമ്മുടെ ബാബു കർമ്മൂർത്തിൽ അനിയേട്ടാ നമ്മുടെ തലയുണ്ടല്ലോ അനിയേട്ടാ, കമ്പ്യൂട്ടറിനേക്കാൾ. കാരണം ഒരു സ്ഥലത്ത് തെയ്യം കഴിഞ്ഞ് നേരെ പോകുന്ന ഒരു സ്ഥലത്ത് വേട്ടക്കാരനാണ്, അപ്പുറം കണ്ണുമായിട്ട് മതിയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പുറം അംഗത്വമായിരിക്കും, ഇപ്പുറം വൈദ്യാതനായിരിക്കും. ഒരു ബന്ധവും ഇല്ലാത്ത തെയ്യങ്ങളെയാണ് കെട്ടേണ്ടത്. ഇടക്കുന്നത് മറിച്ചു നോക്കാനും ഓർമ്മിച്ചത് നോക്കാനും പോലും. അപ്പം എവിടെയാണ് ഇവരുടെ ഇത് മുഴുവൻ സംക്ഷേപിച്ച് വച്ചിരിക്കുന്നത്? തെയ്യക്കാരൻ്റെ ജ്ഞാനാധികാരം എന്ന് പറയുന്നത് എന്താണ്? എവിടെയാണ് അത് നിൽക്കുന്നത്? ഇത് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം തെയ്യത്തിൻ്റെ എൻ്റെ സമയം ഏതാണ്ട് അതിക്രമിക്കുകയാണ്. അപ്പോൾ ഞാനത് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തെയ്യത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത നമ്മളിപ്പോൾ എല്ലാവരും ഈ ക്ലാസിക്കൽ ആർട്ട്, ഫോക്ക് ആർട്ട് എന്ന് പറഞ്ഞ് ക്ലാസിക്കൽ ആർട്ടും ഫോക്ക് ആർട്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ക്ലാസിക്കൽ ആർട്ട് എന്ന് പറയുന്നത് ലോകത്തിൽ എവിടെയുമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കാണാനും മനസ്സിലാക്കാനും പറ്റുന്ന പൊതുവായ ഒരു ടെക്സ്റ്റിൻ്റെയോ പൊതുവായ ചില നിയമാവലിയുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കലാവിശേഷമാണ് നമ്മൾ ക്ലാസിക്കൽ ആർട്ടിനെ വിശേഷിപ്പിക്കുന്നത്. ക്ലാസിക്കൽ ആർട്ടുകൾ എപ്പോഴും നേരത്തെ പ്രഖ്യാപിതമായ ഒരു പുരാവൃത്തത്തെ വീണ്ടും പറയുക. ദുശാസനവധം കഥകളി, അശോകമണിയാകും കൂടിയാത്ത്, സുഭദ്രാ ധനഞ്ജയം, ഇങ്ങനെയൊക്കെയാണല്ലോ ക്ലാസിക്കൽ കഥകളുടെ. നമ്മൾ കഥകളി കാണാൻ പോകുന്നു, കൂത്ത് കാണാൻ പോകുന്നു, കൂടിയാട്ടം പോകുന്നു. ഇപ്പം മത്തവിലാസ കൂത്തുകൂടെ ഇവിടെ നടക്കുന്നത്. ശിവൻ മത്തവിലാസം മദ്യപിച്ച് മത്തവിലാസം നടിച്ച കൂത്താണ് ഇവിടെ കരിവള്ളൂരിൽ നടക്കുന്നത്. ക്ലാസിക്കൽ ആർട്ടിന്റെ ജീവിതം എന്ന് പറയുന്നത് അത് നേരത്തെ പറഞ്ഞ മഹാഭാരതത്തിലോ രാമായണത്തിലോ നമ്മുടെ പുരാണങ്ങളിലോ പറഞ്ഞ് പ്രതിപാദ്യമായ ഒരു വിഷയത്തെ വീണ്ടും പറയുക എന്നുള്ളതാണ്. അത് മിക്കപ്പോഴും അത് രാജാവിന് തുല്യമായ ഒരു ജീവിതം നയിച്ച ഒരാളുടെയോ ചരിത്രമാണ് അത് പറയുന്നത്. ഒരു വയനാടൻ പുഞ്ചക്കണ്ടത്തിൽ കാവൽ നിൽക്കുന്ന ഒരു പുലയന്റെ ജീവിതമൊന്നും ക്ലാസിക്കൽ കലയുടെ വിഷയമല്ല. പുനം കൊത്താൻ പോയി കുറച്ച് കണ്ണു പിടിച്ച് തീയിട്ടപ്പോൾ തീയിൻ്റെ മുകളിൽ രക്ഷപ്പെടാൻ വേണ്ടി തെങ്ങിൻ്റെ മുകളിൽ കരിനെല്ലി മരത്തിൻ്റെ മുകളിൽ കാളിയൻ്റെയും കരാളിയൻ്റെയും വിഷദംശമേറ്റ് അഗ്നിപ്രപഞ്ചമായ യോഗം വന്ന
അങ്ങനെ എത്രയെത്ര കഥകൾ, എത്രയെത്ര ജീവിതങ്ങൾ. അത് പുതിയ ചരിത്രമാണ് പറയുന്നത്, പുതിയ ജീവിതമാണ് പറയുന്നത്. അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതമാണ് തെയ്യം പറയുന്നത്. അത് ക്ലാസിക്കലിന് വിരുദ്ധമാണോ എന്നുള്ളതൊന്നുമല്ല. തെയ്യം എപ്പോഴും അത് ഓപ്പൺ എൻഡഡ് ആണ്. ഒരിക്കലും ദാറ്റ് ഇസ് നോട്ട് എ ക്ലോസ് എൻഡഡ് ആർട്ട് ഫോം. അത് ഓപ്പൺ എൻഡഡ് ആണ്, തുറന്നിരിക്കുന്നതാണ് അതിന്റെ സ്ഥിതി. അതിന് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് അങ്ങനെ ഒരു ജീവിതം പറയാൻ തെയ്യക്കാരന് മാത്രമേ പറ്റുകയുള്ളൂ.